ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവവിശേഷമാണ് നന്ദിയുള്ള ഹൃദയം. നന്ദിയുള്ള ഹൃദയത്തെക്കുറിച്ച് കർത്താവ് എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവൻ്റെ കാൽക്കൽ വീണു, അവന് നന്ദി പറഞ്ഞു. അവനോ സമരിയക്കാരനായിരുന്നു. നമുക്ക് ഈ വാക്യം ഒന്നും കൂടെ പഠിക്കാം കേട്ടോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വളരെ ഈസി ആയിട്ടുള്ള ഇതാണ്. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവണ് വീണു, അവന് നന്ദി പറഞ്ഞു. നാം കണ്ടല്ലോ, ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും വലുതാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും എന്തെങ്കിലും സഹായം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവരോട് ഒരു നന്ദിയുള്ള മനോഭാവം നമ്മളിലുണ്ടാകണം. അത് നാം സാഹചര്യം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ചെയ്തു തന്നത് വളരെ വലിയ വിലപ്പെട്ടൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് അറിയാതെ തന്നെ ചിലപ്പോൾ അവരോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ചെറിയ കാര്യത്തിന് മാത്രമല്ല, വലിയ കാര്യത്തിന് മാത്രമല്ല, ചെറുതും വലുതുമായ ഓരോ കാര്യത്തിൽ വെറുതെ താങ്ക് യു പറയുകയല്ല. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം കുഞ്ഞുങ്ങളെ? നന്ദിയുള്ളൊരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു നമ്മുടെ ജീവിതത്തിലുണ്ടായി, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സഹായം ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് ദൈവം അനുവദിക്കുമ്പോൾ നമ്മൾക്ക് തിരിച്ച് നമ്മൾ സഹായം ചെയ്യാനായിട്ട് മടുക്കരുത്. അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ, നമ്മുടെ ഒരു ആവശ്യം വന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന്, അവരുടെ സന്തോഷത്തിൽ നിന്ന് നമ്മളെ സഹായിച്ചു. അതുപോലെ തന്നെ നമുക്ക് ദൈവം തന്നു. അതേസമയം അവർക്കൊരു സഹായം ആവശ്യമായിട്ട് വരുന്ന സന്ദർഭം നാം കാണുകയാണെങ്കിൽ തിരിച്ചും നമ്മൾ നന്ദിയുള്ള ഹൃദയമുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ആ സഹായം കൊടുക്കുന്നവരായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അങ്ങനെ നന്ദിയുള്ളൊരു ഹൃദയങ്ങൾ മാത്രമേ നമ്മൾക്ക് ദൈവം തന്ന നന്മകളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യരോട് നന്ദിയില്ലാത്തവർക്ക് ദൈവത്തോട് ഉള്ളവരായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമ്മൾക്ക് വേണ്ടി കൊടുത്താണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണമെന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ നമുക്ക് വേണ്ടി കൊടുത്ത് നമ്മളെ സ്നേഹിച്ച് തൻ്റെ ജീവനെ തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവമക്കളായിട്ട് തീരുന്നു. എന്നാൽ ദൈവമക്കളായിട്ട് തീർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാമും ദൈവത്തെ സ്നേഹിക്കണമെന്നും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്നും ദൈവത്തിനായിട്ട് ജീവിക്കണമെന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഗലീലയിൽ വെച്ച് 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് യേശുവിനോട് പറഞ്ഞു, യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണമേ. കാരണം നമ്മൾക്കറിയാം, കുഷ്ഠരോഗികൾക്ക് സാധാരണ ആൾക്കാർ വരുന്നിടത്തൊന്നും വരുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് സാവകാശമില്ല. അവർ ദൂരത്ത് നിന്നുകൊണ്ട് കർത്താവിനോട് എന്ത് പറഞ്ഞു? യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് അവരോട് കരുണ തോന്നി, അവരോട് സ്നേഹം തോന്നി, ഹൃദയത്തിൽ അലിവ് തോന്നി. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിപ്പീൻ. അത് പറഞ്ഞപ്പോൾ തന്നെ ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തു. അതുകൊണ്ടാണ് അവരോട് പുരോഹിതന്മാരെ കാണിക്കാനായിട്ട് പറഞ്ഞത്. സൗഖ്യമുള്ളവർക്ക് മാത്രമേ പുരോഹിതൻ്റെ അടുത്ത് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ കുഷ്ഠരോഗത്തിൽ നിന്ന് അവർക്ക് സൗഖ്യം കിട്ടി. അപ്പോൾ അവരോട് നിങ്ങൾ പോയി, അവർക്ക് സൗഖ്യം കിട്ടി, നിങ്ങളോട് പോയി പുരോഹിതന്മാരെ കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് സൗഖ്യം കിട്ടിയെന്ന്. എന്നാൽ അവരുടെ 9 പേര് അവർ പുരോഹിതന്മാരുടെ അടുത്തേക്ക് തന്നെ അവർ അങ്ങ് പോയി. അവരെ പിന്നെ തിരിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നില്ല. എന്നാൽ ഒരാൾ അവന് സൗഖ്യം കിട്ടി അറിഞ്ഞ ഉടനെ തന്നെ അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ കാൽക്കൽ കവണ് വീണു, അവന് നന്ദി പറഞ്ഞു. അവന് മാത്രമേ നന്ദിയുള്ളൊരു ഹൃദയമുണ്ടായിരുന്നുള്ളൂ. അത് ദൈവം
ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഒരു എക്സാമ്പിൾ കർത്താവ് തന്നെയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, അവനൊരു സമരിയക്കാരനായിരുന്നു. കർത്താവ് ചോദിച്ചു, ബാക്കി 9 പേർ എവിടെയാണ്? എല്ലാവർക്കും സൗഖ്യം കിട്ടിയല്ലോ, ഈ അന്യജാതിക്കാരൻ മാത്രമാണല്ലോ ദൈവത്തെ മഹത്വം കൊടുക്കാനായിട്ട് വന്നുള്ളൂ എന്ന് അവനോട് പറഞ്ഞു. എന്നിട്ട് ദൈവം അവനെ പ്രശംസിക്കുന്നതായിട്ട് അവനോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുകയെന്ന് പറഞ്ഞു. നമുക്ക് ബാക്കി ഒന്നും കൂടെ പഠിക്കാം കുഞ്ഞുങ്ങളെ. ലൂക്കോസ് അവനോട് പറഞ്ഞ വാക്കാണ് നമ്മൾ പറഞ്ഞത്. ലൂക്കോസ് 17:15 അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണു അവന് നന്ദി പറഞ്ഞു. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുവാനായിട്ടുണ്ട്. 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു. ദൂരത്ത് നിന്നാണെങ്കിൽ അവർ കർത്താവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് നന്മ കിട്ടുവാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ പാദത്തിൽ വരികയും നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, അവർ കർത്താവിനോട് അപേക്ഷിച്ചാൽ അവൻ ഒരു നാളും കൈവിടാത്ത കർത്താവാണ്. മൂന്നാമതായിട്ട് 9 പേർ നന്ദിയില്ലാത്തവരായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം എല്ലാ കാര്യത്തിലും കൗണ്ട് അവർ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ നന്ദിയുള്ളവരായിട്ട് ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 9 പേർ വന്നില്ല, ഒരാൾ മാത്രം ദൈവത്തെ വീണു നമസ്കരിക്കുന്നു, അവൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നാമും ഈ ഒരാളെ പോലെ ഏത് സാഹചര്യത്തിലും ദൈവം നമുക്ക് തന്നതായിട്ടുള്ള നന്മകളെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരും മഹത്വപ്പെടുത്തുന്നവരും അവൻ്റെ കാൽക്കൽ വീഴുന്നവരുമായിരിക്കാം. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നന്ദിയുള്ള ഹൃദയത്തെ ദൈവം ബഹുമാനിക്കുന്നതായിട്ട് കാണിക്കുന്നു. ദൈവം അവനെ പ്രശംസിക്കുന്നു. അവരോട് ചോദിക്കുന്നുണ്ട്, 9 പേരെവിടെയാണ്? ഇവൻ മാത്രമാണല്ലോ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിൻ്റെ വലിയതെന്ന് പറഞ്ഞ് അവനെ പ്രശംസിക്കുന്നതായിട്ട് ഇതെടുക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് പ്രശംസ കിട്ടണമെങ്കിൽ വിശ്വാസമുള്ളവരും നന്ദിയുള്ളവരായിട്ടും ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് തന്ന സ്റ്റോറിക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ, ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിട്ടിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് കിട്ടുന്ന നന്മകൾ കർത്താവെ അത് അലക്ഷ്യമാക്കി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് വിചാരിക്കാതെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണമേ. പരീക്ഷകളിൽ ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പേരൻസിനെയും പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ആ ബെല്ലൈക്കണിൽ കൈയമർത്തിയാൽ ആൻറ്റി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. ഓക്കെ, bye bye. May God bless you all.